മോദി ഈ മാസം 17-ാം തീയതി ഗുരുവായൂരിലെത്തുന്നു. ഗുരുവായൂർ ദർശനത്തിന് പുറമെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് മോദി ഗുരുവായൂരിലെത്തുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കേവലം ഒരു സിനിമാ നടൻ്റെ മകളുടെ കല്യാണത്തിന് വരിക എന്ന് പറയുന്നത് വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, അല്ലെങ്കിൽ അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്? അല്ല, ഈ സന്ദർശനം എന്ന് പറയുന്നത് ഒരു വിവാഹ വേളയിൽ പങ്കെടുക്കുന്ന ഒരു ആഘോഷ പങ്കാളിത്തമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി അത് വളരെ തീവ്രമായിട്ടുള്ളൊരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സന്ദർശനമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം കേരളത്തിൽ ഒരു MPയെ സൃഷ്ടിച്ചെടുക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിനപ്പുറമുള്ളൊരു സ്വപ്നമായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ നിർവഹിക്കാനായിട്ട് പറ്റും എന്ന അന്വേഷണമാണ് അതിശക്തമായിട്ട് അവരുടെ പിന്നിലുള്ളത്. അപ്പോൾ നേരത്തെ അവർക്കൊരു വിജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം. പക്ഷേ ശശി തരൂർ അവിടെ നിൽക്കുന്നിടത്തോളം കാലം തിരുവനന്തപുരം മണ്ഡലത്തിൽ അത്ര എളുപ്പത്തിൽ വിജയിച്ചു പോകാനായിട്ട് കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു അടുത്ത മണ്ഡലം എന്ന നിലയ്ക്ക് തൃശ്ശൂരാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനുള്ള വർക്കുകളാണ് കുറേ നാളുകളായിട്ട് BJP തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു എനിക്ക് തോന്നുന്നു നേരത്തെ നടത്തിയ സ്ത്രീശക്തി സമ്മേളനം പോലും അതിൻ്റെ ഭാഗമായിരുന്നു. സുരേഷ് ഗോപി എങ്ങനെ ജയിപ്പിക്കാനായിട്ട് ഇതിനകത്ത് BJP ഒരു വർക്ക് തൃശ്ശൂർ നടത്തുന്നു എന്ന് പറയുന്നതിനകത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലവും അല്ലെങ്കിൽ ഈ 4 കൊല്ലവും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു സുരേഷ് ഗോപി മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ഒരു BJPയുടെ മണ്ഡലം എന്നുള്ളൊരു പേരും അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് കരസ്ഥമാക്കാൻ പറ്റുന്ന സംഖ്യയുമൊക്കെ ഉണ്ടായി. അപ്പം സുരേഷ് ഗോപി കഴിഞ്ഞ 4 കൊല്ലമായിട്ട് തൃശ്ശൂർ തന്നെയുണ്ട്. അയാൾ അവിടെ ചില കാര്യങ്ങൾ ഞാൻ MP ആയാൽ നടപ്പാക്കും. പുള്ളിയുടെ ഒരു ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ തൃശ്ശൂർ ഇങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അത് വലിയ ട്രോളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ശക്തൻ മാർക്കറ്റ് വിപുലീകരിക്കുമെന്ന് പുള്ളി പറഞ്ഞു. പുള്ളി MP അല്ലായിരുന്നിട്ട് പോലും ഒന്ന് എനിക്ക് തോന്നുന്നു രാജ്യസഭ MP ആയിരുന്നു. ആ രാജ്യസഭ MP അവിടെ 1 കോടി രൂപ അങ്ങോട്ട് മുടക്കിയ ശക്തൻ മാർക്കറ്റ്. അപ്പം അയാൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു MP എന്ന നിലയിൽ അത് BJPയുടെ ബ്രാൻഡിൽ ഇപ്പോൾ പോകുന്നു എന്നുള്ളത്. അല്ലാതെ BJP അവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ BJP ശരിക്കും പ്രവർത്തനം നടത്തുന്നില്ല. സുരേഷ് ഗോപി പ്രവർത്തനം നടത്തുന്നു. സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ ആൾ കൂടുന്നു. അപ്പോൾ BJPക്ക് മാറി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സുരേഷ് ഗോപിയുടെ ശത്രു BJP ആണ്. അല്ല, അത് നമ്മൾ ഓരോ പാർട്ടിക്കകത്തും പ്രത്യേകിച്ച് ഈ കേരളത്തിലെ നമ്മുടെ പല പാർട്ടികളിലും നടക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കെതിരെ തന്നെ മത്സരിച്ച് തോൽപ്പിക്കാൻ എങ്ങനെ പറ്റും എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കാം BJP അത്തരത്തിൽ പരിശ്രമിക്കുന്നതെന്ന് പറയുന്ന ഒരു ആരോപണം BJPക്ക് അകത്തുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലെ BJP ആയാലും കേന്ദ്രത്തിലെ BJP ആയാലും ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യമുള്ള ആ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മോദി വീണ്ടും തൃശ്ശൂരിലെത്തുകയും തൃശ്ശൂർ എന്ന് പറയുന്നത് BJPക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യാന്നുള്ളത്. കാരണം വോട്ടേഴ്സിന് അത് നമ്മുടെ ഇലക്ട്രോലൈറ്റിനെ സ്വാധീനിക്കുന്നത് 2-3 തരത്തിലാണ്. അതിലൊന്ന്, ഒരു വിന്നിങ് കാൻഡിഡേറ്റ് ആണ് എന്ന് തോന്നിയാൽ കുറേ വോട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിന്നിങ് കാൻഡിഡേറ്റ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉള്ളതെങ്കിൽ ആ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാതെ പോവുകയും ചെയ്യും. ഇപ്പോൾ BJPയുടെ ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ BJP ഒരു വിന്നിങ് കാൻഡിഡേറ്റായിട്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു സെലിബ്രിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ അദ്ദേഹം പാർട്ടി നോക്കിയല്ലല്ലോ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സിനിമാ നടന്മാർ പലരും പല സ്ഥലത്തും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒരുപാട് ഉപകാര സ്മരണ സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ ഇവിടെ ഉണ്ട്. അത് സാധാരണ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു പോകുന്ന പ്രക്രിയയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സുരേഷ് ഗോപിയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊരു പാർട്ടി പരിവേഷം വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാക്കാൻ കഴിഞ്ഞായിട്ടുള്ള ചില സ്വാധീനങ്ങൾ, ആ സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ച് ഇവിടെ ചില പ്രത്യേക കോർണറുകളിൽ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിക്കുകയും അതാണ് തൻ്റെ ഗ്യാരണ്ടി എന്ന് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഇലക്ഷൻ്റെ ഒരു സ്ട്രാറ്റജി മാത്രമാണ്. അല്ല, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള MP-മാർ അല്ലെങ്കിൽ MLA-മാരൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതാണ് പാർട്ടിയുടെ ഇലക്ഷനായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പൊതുജനമായിട്ട് പിന്നെ സംവദിക്കാൻ പറ്റുന്ന കാര്യം. ഈ BJP എന്ന് പറയുന്ന സാധനം കേരളത്തിൽ യാതൊരു കാരണവശാലും MP-യോ MLA-യോ സൃഷ്ടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇവിടുത്തെ BJP നേതാക്കന്മാർ BJP നേതാക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ നോക്കി കാണുമ്പോൾ
BJPയുടെ ഏറ്റവും മോശം അവസ്ഥയെക്കാട്ടി മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് മൂന്നാമത്തെ തവണ മോദി അധികാരത്തിൽ വരികയും BJP ദേശീയ തലത്തിൽ വലിയ പാർട്ടിയായിട്ട് നിൽക്കുകയും ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സുരേന്ദ്രനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, BJPയുടെ നേതാക്കന്മാരെ ആരെയും ജനങ്ങൾക്ക് യാതൊരു കാരണവശാലും ഉൾക്കൊള്ളാനോ അവരെ ഒന്ന് മൈൻഡ് ചെയ്യാനോ പറ്റാത്ത രീതിയിലേക്ക് പോവുകയാണ്. അപ്പം കേന്ദ്രത്തിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ കേന്ദ്ര BJP സംവിധാനത്തിനോ ഇവിടെ ഒരു MP ഉണ്ടാവണമെങ്കിൽ അത് ആകെപ്പാടെ ഇതുപോലെ ഒരു സുരേഷ് ഗോപിയോ, നേരത്തെ കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നു, കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ഒരു വളരെ നല്ല വ്യക്തിത്വം, പാർട്ടി നോക്കിയല്ല ഒരു നല്ല വ്യക്തിത്വമുള്ള കക്ഷിയാണ്. അദ്ദേഹത്തെ അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസ് അല്ലെങ്കിൽ ഓരോ 7 സ്ഥലത്തെ തിരുവനന്തപുരം അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അവിടുത്തെ അറിയാവുന്നവർ പറഞ്ഞത് കഴിഞ്ഞ ഇലക്ഷന് ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറന്നു വെച്ചിരുന്ന അയാളെ തോൽപ്പിക്കാനായിരുന്നു. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയാണ് അതിൻ്റെ പുറകിൽ നിന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി തോറ്റത് ഈ BJPയുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലം വന്നപ്പോഴാണ് സുരേഷ് ഗോപി പറയപ്പോൾ, അതായത് 10,000. അപ്പോൾ BJP തന്നെ അദ്ദേഹത്തെ അപ്പോൾ അത്തരത്തിൽ തോൽപ്പിക്കാൻ പറ്റാത്ത BJPക്കാരന് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ഗ്യാരണ്ടി, അതായത് മോദിയാണ് സുരേഷ് ഗോപിയുടെ ബ്രാൻഡ് അംബാസഡർ എന്നും വരുത്തി തീർക്കാൻ വേണ്ടി മോദി ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു കാരണം കൊണ്ട് തന്നെ മോദി അത്ര മോശമൊന്നുമല്ല. മോദി ഒരു ഗ്യാരണ്ടി കൊടുത്താൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ ആ നാട്ടിലെ ആൾക്കാർ ചിന്തിച്ചു കൂടായികയില്ല. സുരേഷ് ഗോപി ജയിച്ച് മോദിയുടെ മന്ത്രിസഭയിൽ വന്നാൽ ഈ നാടിന് അതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ പാർട്ടിക്കപ്പുറം ചിന്തിച്ച് ജയിച്ചു കൊള്ളട്ടെ എന്നുള്ളതായിരിക്കും അതിനകത്ത് മോദി ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കുറഞ്ഞ ഒരു ശതം എന്ന് പറയുന്നത് എനിക്കൊന്ന് ഗോപാലകൃഷ്ണന് സ്വാധീനമുള്ളതായിട്ടുള്ള പ്രദേശമാണ് എന്ന ആരോപണമുണ്ട്. അത് ചിലപ്പോൾ ഗോപാലകൃഷ്ണനോടെതിരെയുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്നതാകാം. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനം അവർ പരസ്പരം നേതാക്കന്മാർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ട് തന്നെയാണ് ഇതുവരെയും ഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരു നല്ല ലീഡർ എന്ന് പറയുന്നതിന് സംഭാവന ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രാജഗോപാലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവസവിശേഷത കാണിച്ചിരുന്നത്. അതിൻ്റെ നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിത്വം, അതായത് എല്ലാ പാർട്ടികൾക്കും സ്വീകാര്യത ഉള്ള തരത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് രൂപപ്പെട്ടു വന്നാൽ മാത്രമാണ് അങ്ങനെ ഒരു ഔന്നത്യം രാഷ്ട്രീയത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്ത് തൽക്കാലം അതില്ല എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കുന്നില്ല കേരളത്തിലെ. അതെ, അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഒരാളെ പൊക്കിക്കൊണ്ടുവരേണ്ട ഒരു ആവശ്യമാണ്. അതിന് ഇപ്പോൾ കഴിഞ്ഞ നമ്മളുടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് മോദി ഗ്യാരണ്ടി ആയിരുന്നു. മോദി ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വ്യക്തി കേന്ദ്രീകൃതമായ മോദിയിലേക്ക് മാത്രമുള്ളതായ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അധികാര കേന്ദ്രീകരണം കൂടിയാണ്. അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അത് ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത്തരത്തിലുള്ള ഗ്യാരണ്ടികൾ അവരെ ഉറച്ചങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനനുസൃതമായിട്ടുള്ള വോട്ടുകൾ വേണമെങ്കിൽ നേടിയെടുക്കാനായിട്ട് കഴിയും. ആ ഒരു സ്ട്രാറ്റജിയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ പ്രയോഗിച്ചത്. അത് കേരളത്തിൽ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം തൃശ്ശൂർ അദ്ദേഹം വന്ന സമയത്തും ഈ മോദി ഗ്യാരണ്ടിയാണ് മുന്നോട്ട് വെച്ചത്, മനസ്സിലായത്. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്നത് മോദിയുടെ തന്നെ ഡയറക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റാണ് എന്ന് തൃശ്ശൂർക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ വിവാഹവേദി പോലും ഉപയോഗിക്കപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന വലിയ ഒരു സൗഹൃദ ബന്ധം, ഇതൊക്കെ തന്നെ ഈ രാഷ്ട്രീയത്തിന് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് പറയുന്ന തന്ത്രം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതെല്ലാം പൊളിഞ്ഞു പോകണമെങ്കിൽ എന്ത് വേണം? തൃശ്ശൂർ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്ട്രക്ചറുണ്ട് ശരിക്കും പറഞ്ഞു. അത് പൊളിഞ്ഞാൽ മാത്രമാണ് ഒരു സെലിബ്രിറ്റിക്ക് ആ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള രീതിയിലുള്ള വളർച്ചയോ അതല്ലെങ്കിൽ വിജയമോ നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. നിരന്തരമായിട്ട് നമ്മളിതിനെ പ്രചരണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് എങ്ങനെ അവർക്ക് ഓവർകം ചെയ്യാൻ കഴിയും, അതായിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുന്നത് അവിടുത്തെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ അവിടുത്തെ മത ജാതി സംവിധാനങ്ങളുടെ സ്വാധീനവും ഒക്കെ മറികടക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയണം. അത് മറികടക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും അല്ലെങ്കിൽ അതിനുവേണ്ടി മോദി കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഈ മോദിയുടെ ഗ്യാരണ്ടി സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂർ നടപ്പാകുമോ ഇല്ലയോ എന്ന് നമുക്ക്
നോക്കേണ്ടി വരും. ഇദ്ദേഹം പറഞ്ഞതുപോലെ മോദി ഗ്യാരണ്ടി എന്ന് ഒരു കാര്യം പറഞ്ഞു. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് അപകടകരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ കേന്ദ്രീകൃതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോദി എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രം വന്ന് ഇലക്ഷനെ നേരിട്ട് പോകുന്നതല്ല. BJP-യുടെ ബ്രാൻഡിങ്ങിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അദ്ദേഹം ഇപ്പോഴും BJP-യുടെ ബ്രാൻഡിൽ തന്നെ നിൽക്കുന്നത്. പറഞ്ഞാൽ പിന്നെ മോദി ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഉറപ്പ് എന്ന് പറയാൻ പറ്റും, അല്ലാതെ ഒരു വ്യക്തി അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ BJP വളരെ സ്ട്രാറ്റജിക്കലായിട്ടാണ് ഈ മൂവുകളെല്ലാം നടത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ എല്ലാവിധമായിട്ടുള്ള അധികാരവും അതേപോലെ തന്നെ അതിൻ്റെ സാന്നിധ്യവും ഒക്കെ തന്നെ ഒരാളിൽ കേന്ദ്രീകരിപ്പിക്കാൻ പറ്റണമെങ്കിൽ അത് അദ്ദേഹത്തിൽ നമ്മളിങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ശേഷി ഉണ്ടാവണം. ആ ശേഷി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഈ മോദി മാജിക് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടാകും. അപ്പോൾ മോദിയുടെ ഒരു മാന്ത്രികമായിട്ടുള്ള പ്രവാഹത്തെ ഇങ്ങനെ ഉയർത്തി അതിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവരികയും അവരെ അതിൻ്റെ ഇരയാക്കി തീർക്കുകയും അങ്ങനെ അവരുടെ വോട്ട് സ്വന്തമാക്കുകയും ചെയ്യാന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല ശരിയാണ്, പറഞ്ഞ ഒരു കാര്യം ശരി. ഇത് മോദി ആദ്യ ഇലക്ഷനെ നേരിട്ട സമയത്ത് മോദിയെ ഈ രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടോ? അത് അന്നൊരു അമേരിക്കൻ പരസ്യ കമ്പനിയാണ് ബ്രാൻഡ് ചെയ്തതെന്ന് പറയുന്നത്. ശരി തന്നെ, അന്ന് പുള്ളി സാധാരണക്കാരനാണ്, പിന്നോക്കക്കാരനാണ്. ഈ ബ്രാൻഡിങ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് എന്നും നടക്കത്തൊന്നുമില്ല. ഇപ്പം അത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ മോദി അന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയതിന് ശേഷം 5 കൊല്ലം അയാൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം 5 കൊല്ലത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി രാജ്യത്തോട് പറഞ്ഞ കാര്യം, ജനങ്ങളോട് പറഞ്ഞ കാര്യവും വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മോദിയെപ്പറ്റി. എനിക്ക് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ബഹുമാനം അല്ല, വേറെ വ്യക്തിപരമായിട്ട് അടുപ്പമൊന്നുമില്ല. പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി തരുന്നു എന്ന് ഇദ്ദേഹം ഒരാൾക്കൊരു ഗ്യാരണ്ടിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയുന്നു നിർത്തിയവരെ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനോടുള്ള ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഇന്ന്. അതിന് തക്കുമെന്നുള്ള കാര്യമല്ല. വേറെ ആരും ആ ഗ്യാരണ്ടി കൊടുത്താൽ എന്താ കേൾക്കാത്തത്? അപ്പം പറയാം, ഇപ്പോൾ കഴിഞ്ഞ ഈ സ്ത്രീകളുടെ നാപ്കിൻ അങ്ങനെ 1 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി ചെന്നപ്പം സ്വിച്ചിട്ടപ്പോൾ സാധനമുണ്ട്. ഇങ്ങനെ നടത്തുന്ന ഒരു ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലല്ല ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടോ? കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നിട്ട് 5 കൊല്ലമോ സാധനം കാണത്തില്ല. പക്ഷേ മോദി അങ്ങനെയല്ല, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നതിനകത്ത് ആൾക്കാർ വിശ്വസിക്കാൻ സാധ്യതയുള്ളതും ആ വിശ്വാസം വരുന്നത്. അതെ, ഈ ഗ്യാരണ്ടി, ഇപ്പം ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് കോർപ്പറേറ്റുകളുടെ ഒരു പരസ്യമാണ്. വളരെ ശക്തമായിട്ട് ആ വാചകം ഇപ്പോൾ BJP ഉപയോഗിക്കുന്നു മാത്രമേ. നേരത്തെ പല ബിസിനസ് സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമാണ് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്ക് നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ അതിൻ്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പറഞ്ഞ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എത്രയോ കാര്യങ്ങൾ, ഇപ്പോൾ മണിപ്പൂർ എന്ന് പറയുന്ന സംഭവം, അവിടെ വലിയ തരത്തിൽ കലാപങ്ങൾ ഉണ്ടാവുകയും സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെടുകയൊക്കെ ചെയ്ത സമയത്ത് മോദി അങ്ങോട്ട് തിരിഞ്ഞു തന്നില്ല. എവിടെയായിരുന്നു ഈ ഗ്യാരണ്ടി? ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം തിരിഞ്ഞ് അങ്ങോട്ട് ചെന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആ കാര്യത്തിൽ ദീർഘമായിട്ടുള്ള മൗനം സൂക്ഷിക്കുകയാണ് ചെയ്തത്. അവിടെ ആ ഗ്യാരണ്ടി എന്ന് പറയുന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ദൗർബല്യം പ്രകടമാക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ കോർപ്പറേറ്റ് മേഖലകളിലോ മറ്റു പല കാര്യങ്ങളിലൊക്കെ ഈ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ശരിയാണ്, നടന്നേക്കാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ഈ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയും അതേപോലെ തന്നെ അവിടെ വലിയ തരത്തിലുള്ള കോർപ്പറേറ്റ് വികസനങ്ങളുടെ സാധ്യതകളും വേണമെങ്കിൽ തുറക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക കേന്ദ്രമാണ്, അല്ലേ? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയും. അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് കേന്ദ്രം കൂടിയാണത്. അവിടുത്തെ ബിസിനസ് കേന്ദ്രീകൃതമായിട്ടുള്ള ജനങ്ങളാണ് മിക്കവാറും പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ ഈ പൂരം, തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം തന്നെ വന്ന സമയത്ത് അവിടെ ബിസിനസ്സുകാരാണ് ആ വലിയ കുഴപ്പമുണ്ടാക്കിയത്. ബിസിനസ്സുകാർ പറഞ്ഞൊരു പൈസ പോലും കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേരള ഗവൺമെൻറ് ഇടപെട്ടില്ല എങ്കിൽ ആ പൂരം ഈ കൊല്ലം നടക്കില്ലായിരുന്നു. നടക്കാത്ത സ്ഥിതി വന്നാൽ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുമായിരുന്നു. എങ്ങനെയായി കഴിഞ്ഞാലും അതൊരു ബിസിനസ് കോൺട്രാക്റ്റിൻ്റെ പ്രശ്നം മാത്രമാണ്. അപ്പോൾ ഇവിടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള ഒരു ബിസിനസ് കേന്ദ്രം കൂടിയാണ്. ആ ബിസിനസ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ അവിടെ പുട്ടപ്പ് ചെയ്യുന്ന സമയത്ത് നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും കണക്കൂട്ടുന്നതെന്ന് തന്നെ ഞാൻ കണക്കാം. അവിടെ ആരായിരിക്കും അതിൻ്റെ ലക്ഷ്യത്തിൽ നിൽക്കുന്ന സമൂഹം ആരായിരിക്കും, ഏത് സമുദായമായിരിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കുന്നത്?
അല്ലേ സമുദായം നമുക്ക് പ്രത്യേക ഒരു സമുദായത്തെ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ സമുദായത്തിൻ്റെയും ഒരു ഇലക്ഷൻ വരുമ്പോൾ കാണും. അതിപ്പോൾ BJPക്ക് ഏത് സമുദായത്തോടാണ് അല്ലെങ്കിൽ ഏത് സമുദായത്തിന്റെ ആനുകൂല്യമാണ് ഇനിയും വേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്ന ആളല്ലേ. കാരണം ഞാൻ BJPയുടെ വ്യക്താവ് അല്ലെങ്കിൽ BJPയുടെ ബിസിനസ്സിന് വരുന്ന സമയത്ത് ബിസിനസ് പീപ്പിൾ ആണ് പ്രധാനപ്പെട്ടത്. ആ ബിസിനസ് പീപ്പിളിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ സ്ട്രാറ്റജികളായിരിക്കും അവിടെ ഉപയോഗിക്കപ്പെടുക. ആ ഉപയോഗത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഒരു പ്രതീക്ഷ. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ബിസിനസ്. ഈ കോർപ്പറേറ്റും ബിസിനസ്സും ഒക്കെ ഇല്ലാത്തതും ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കോ നിലനിൽപ്പിനോ സാധ്യമല്ല. ഒരു അരാജകവാദം പോലെ അല്ല, അതിനകത്തൊരു വലിയ കാര്യമുണ്ട്. ബിസിനസ്സുകാരാണ് ഈ അംബാനി, അദാനി, ഇവരുടെയൊക്കെ ഒരു മാസം അടയ്ക്കുന്ന ടാക്സ് ഇത് മറ്റ് സംവിധാനങ്ങളൊക്കെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വരുന്നത്. അവർ ഇവിടെ ബിസിനസ് ചെയ്യുന്നേ. അപ്പോൾ അവര് ബിസിനസ് ചെയ്ത് വളർന്നു പോകുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ പ്രവൃത്തി കൃത്യമാണെങ്കിൽ അതിനകത്തൊരു ചെയ്യുന്ന പ്രവൃത്തി കൃത്യമാണ്, അതിനകത്തോട്ട് വളർച്ച ഉണ്ടാകുന്നതിന് വേറെ ഒരാൾ നിന്നിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറയുന്നതിനകത്ത് എനിക്ക് അഭിപ്രായമില്ല. അപ്പം അവിടെ ഇപ്പം BJP സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അയാൾ ഈ ഒരു സാധാരണ മനുഷ്യനെ സഹായിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിട്ടുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതൊക്കെ ചില ഇങ്ങനെ നടത്തയ്ക്കകത്തൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും അപ്പോൾ ഇതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ബ്രാൻഡ് ചെയ്യുന്നത്. കാരണം മാത്രമല്ല ഈ മോദി എന്ന് പറയുന്നത് നിങ്ങൾ ഈ കോർപ്പറേറ്റിൻ്റെ ആളെന്ന് പറയുമ്പോഴും ആ പുള്ളിയുടെ കുടുംബവും പുള്ളിയുടെ ജീവിതവും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു കോർപ്പറേറ്റ് സാധനമില്ല. അപ്പം ഞാനീ പറയുന്നത് എപ്പോഴും അവസാനം അല്ല, നമ്മൾ ഈ കോർപ്പറേറ്റ് ലോബി എന്നൊക്കെ പറയുമ്പോൾ കോർപ്പറേറ്റ് ലോബിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഭരണം വന്നാലും അതിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയി കഴിഞ്ഞാലും ആ രണ്ട് ഭരണ സാധ്യതകളാണല്ലോ നമ്മളെ കേന്ദ്രത്തെ സംബന്ധിച്ചുകൊണ്ട്. അവർക്ക് ആ ഭരണത്തെ എങ്ങനെ സ്വാധീനിക്കുകയും തങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുകയും ചെയ്യും എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ ഈ കോർപ്പറേറ്റ് സ്വാധീനം അതിശക്തമായിട്ട് വരിക എന്ന് പറയുന്നതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നമ്മുടെ ഒരു എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിക്സഡ് എക്കണോമിയുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു പ്രൊസീജിയറാണ് സ്വീകരിച്ചത്. അപ്പോൾ മിക്സഡ് എക്കണോമിക്ക് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. മിക്സഡ് എക്കണോമിയുടെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ പബ്ലിക് സെക്ടർ വളരെ വലുതായിരുന്നു. പബ്ലിക് സെക്ടറിലൂടെ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് സാധാരണക്കാരുടെ നേട്ടങ്ങളാണ്, സാധാരണക്കാരുടെ വിജയങ്ങളാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ട്, തർക്കമില്ലാത്തൊരു കാര്യം. പക്ഷേ പുതിയൊരു സർക്കാർ വന്ന സമയത്ത് ആ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ പൊതു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിറ്റഴിച്ച് കുറേ കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ പൊതുമേഖല എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അതൊരു പോളിസിയാണ്, എക്കണോമിക് പോളിസിയാണ്. ആ എക്കണോമിക് പോളിസിയിൽ ഇങ്ങനെയുള്ള രീതികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കുള്ള ഭയാശങ്കകളെന്ന് പറയും, അല്ലെങ്കിൽ നമുക്കുള്ള ഉത്കണ്ഠകളെന്ന് പറയുന്നത് തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പരിഗണനകൾ ഇല്ലാതെ പോകുമോ എന്നുള്ളതാണ്. ചുമ്മാ ഇപ്പം തന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ഈ നമ്മുടെ ഈ ഉദ്യോഗസ്ഥ വൃന്ദം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവിടെ കേരളത്തിൽ നമ്മൾ കെൽട്രോണിനെ പറ്റി ഒരു ഉദാഹരണം കെൽട്രോൺ നേരത്തെ ഏറ്റവും നല്ല ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അവസാനം ബാക്കിയുള്ള കമ്പനികളുമായിട്ട് അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ കരാറുണ്ടാക്കിയിട്ട് ഏറ്റവും മോശമാക്കി. അതേസമയം ഇതിനകത്ത് ഒരു 50% നമ്മുടേതും ഗവൺമെൻറ്റിൻ്റെയും ഒരു 50% ഒരു മുതലാളിയുടെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടങ്ങ് പോകും. നിയന്ത്രണം നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതിയല്ലോ. ഇപ്പം തന്നെ KSRTCയുടെ അവസ്ഥ, ഇത് ആരെങ്കിലും വൃത്തിയായിട്ട് ഏൽപ്പിക്കാൻ കൃത്യമായിട്ട് പോകും. അപ്പം ഇത്തരത്തിൽ ഈ നമ്മളെല്ലാവരും ഞാൻ പറയുന്നത് വെച്ചാൽ അത് കോർപ്പറേറ്റുകളിലേക്ക് മാത്രം പോകാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടി സൗകര്യപ്രദമായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മരുന്ന് കച്ചവടം, മരുന്നിൽ സർക്കാർ നല്ല രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ടുള്ള സൗകര്യമുള്ള ഒരു 3-4 രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ സർക്കാർ ആ നിയന്ത്രണങ്ങൾ എടുത്തു കളയും. പെട്രോൾ ഡീസൽ മേഖലയിൽ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയും. ഇതൊക്കെ തന്നെ ആരുടെ തലയിലാണ് വന്ന് വീഴുന്നത് വെച്ചാൽ സാധാരണക്കാരുടെ തലയിലാണ്. അവിടെയാണ് ഈ നയമാറ്റം എന്ന് പറയുന്നത് നമ്മൾ എതിർക്കുന്നത്. കോർപ്പറേറ്റുകൾ വളരുന്നതിലോ വികസിക്കുന്നതിലോ നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ അതോടൊപ്പം നമുക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ വല്ലാത്ത തരത്തിൽ ബുദ്ധിമുട്ടുള്ളതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ കാഴ്ചപ്പാടുന്നത്. ശരിയാ. സാധാരണക്കാർ 70% വരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് അവരുടെ ഉയർച്ചയിലൂടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉയർച്ചയിലൂടെ ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടുത്തുന്ന കൺസെപ്റ്റുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ വരട്ടെ, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കട്ടെ, നടക്കട്ടെ എന്ന് പറഞ്ഞു സാധ്യതകളെ നമുക്ക് കണ്ട് നോക്കിയിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.